നമസ്കാരം, മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായിയെ എന്തിനാണ് കളിയാക്കുന്നത്? മുഖ്യമന്ത്രി ആകുന്നെങ്കിൽ UP മുഖ്യമന്ത്രിയെ പോലെ ആകണം. യോഗി ആദിത്യനാഥിന് 1 കോടിയുടെ സുരക്ഷാ ഉപകരണം. കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യമില്ലാത്ത സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയാണ് നടക്കുന്നത് എന്നാക്ഷേപിക്കുന്ന ആൾക്കാർക്ക് മറുപടി എന്നോണം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ സുരക്ഷാ ഏർപ്പാടിന്റെ വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. കേരളത്തിലെ മുഖ്യമന്ത്രിയെ തോൽപ്പിക്കുന്ന വിധത്തിൽ 100 കണക്കിന് പോലീസുകാരുടെയും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും അകമ്പടിയോടെയാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുടെ എല്ലാ യാത്രകളും. എല്ലാം Z കാറ്റഗറിയിലുള്ള സുരക്ഷയാണ് യോഗി ആദിത്യനാഥിന് അനുവദിച്ചിരിക്കുന്നത്. ഇപ്പോൾ അതിനു പുറമെ അത്യാധുനിക സുരക്ഷാ ഉപകരണം വാങ്ങുന്നതിനു വേണ്ടി കഴിഞ്ഞ ദിവസം 1 കോടി രൂപ ചെലവാക്കുന്നതിനുള്ള ഭരണ അനുമതി നൽകിയതാണ് വാർത്തയായി പുറത്തു വന്നിരിക്കുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ മുഖ്യമന്ത്രിക്ക് രാഷ്ട്രീയത്തിലും ഭരണതലത്തിലും വലിയ പ്രാധാന്യമുണ്ട്. രാജ്യത്തിന്റെ തലസ്ഥാനവും ഈ സംസ്ഥാനത്തിന്റെ പരിധിക്കുള്ളിലാണ്. ഈ പ്രാധാന്യവും ഉത്തർപ്രദേശ് ഭരണകൂടത്തിനുണ്ട്. ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി പദവിയിലിരിക്കുന്ന യോഗി ആദിത്യനാഥ് ഇത് 2ാം തവണയാണ് അധികാരത്തിലെത്തുന്നത്. തീവ്രവാദ സ്വഭാവമുള്ള പല സംഘടനകളും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് ഉത്തർപ്രദേശ്. വലിയ സംസ്ഥാനം എന്ന നിലയിലും ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം എന്ന നിലയിലുമുള്ള പ്രാധാന്യവും ഉത്തർപ്രദേശിനുണ്ട്. പുറത്തു വരുന്ന പലതരത്തിലുള്ള ക്രിമിനൽ കേസുകളിലും ആസ്ഥാനമായി മാറുന്നത് ഉത്തർപ്രദേശാണ്. ഒരു പെൺകുട്ടിയെ ബസ്സിൽ നിന്നും ബലമായി പിടിച്ചുകൊണ്ടുപോയി സംഘം ചേർന്ന് ബലാത്സംഗം നടത്തി കൊല ചെയ്ത ഉന്നാവ് എന്ന സ്ഥലവും ഉത്തർപ്രദേശിലാണ്. വലിയ തരത്തിലുള്ള ഭീകരമായ രീതിയിൽ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള സുരക്ഷാ സേനയും ആയിട്ടാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി കഴിയുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥിന് ഭീകരരുടെ ഭീഷണി ഉണ്ടായി എന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് കോടിക്കണക്കിന് രൂപ ചെലവാക്കി അത്യാധുനിക സുരക്ഷാ ഉപകരണങ്ങൾ വാങ്ങുന്നതിന് സർക്കാർ ഭരണ അനുമതി നൽകിയിരിക്കുന്നത്. ആധുനിക ഡ്രോണുകൾ, ബോഡി ക്യാമറകൾ, നൈറ്റ് വിഷൻ ഉപകരണങ്ങൾ തുടങ്ങിയവയെല്ലാം മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്കായി വാങ്ങുന്നതിനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന് പുറമെയാണ് പുതിയതായി ഉണ്ടായിട്ടുള്ള ഭീകര സംഘടനകളുടെ ഭീഷണിയുടെ പേരിൽ സുരക്ഷാ സേനയിലെ അംഗങ്ങളെ വർദ്ധിപ്പിക്കുന്നതിനുള്ള തീരുമാനവും ഉണ്ടായിരിക്കുന്നത്. ഇത് മാത്രമല്ല, സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെല്ലാം ആധുനിക രീതിയിൽ താമസ സൗകര്യം ഒരുക്കുന്നതിനും സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്തു കഴിഞ്ഞു. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരുടെ എണ്ണം ഏതാണ്ട് ഇരട്ടിയായി വർദ്ധിപ്പിക്കുന്നതിനും തീരുമാനമെടുത്തതായി അറിയുന്നുണ്ട്. മാത്രവുമല്ല, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ തലസ്ഥാന യാത്രകൾ കുറഞ്ഞത് ഒരാഴ്ച മുമ്പെങ്കിലും തീരുമാനിക്കപ്പെടേണ്ടതും അതിനനുസരിച്ച് സുരക്ഷയും മറ്റ് സംവിധാനങ്ങളും മുൻകൂട്ടി തന്നെ മുഖ്യമന്ത്രി എത്തുന്ന സ്ഥലങ്ങളിൽ ഒരുക്കുന്നതിനും നിർദ്ദേശം പുറപ്പെടുവിച്ചതായി വാർത്തയുണ്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ള വലിയ തോതിലുള്ള സുരക്ഷാ സംവിധാനങ്ങളും നിരവധി വാഹനങ്ങളിലുള്ള അകമ്പടി സേവിക്കലും കേരളത്തിൽ ഇപ്പോഴും ഗൗരവമായി ചർച്ചയായി തുടരുകയാണ്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി കാണിക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ അഭ്യാസങ്ങൾ കേരളത്തിലെ പ്രബുദ്ധരായ പൊതുസമൂഹത്തിന്റെ മുന്നിൽ കാണിക്കുന്നത് ശരിയാണോ എന്ന ചോദ്യം അവശേഷിക്കുകയാണ്. ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണാധികാരി ജനങ്ങളെ എന്തിന് ഭയക്കണം എന്ന ചോദ്യത്തിന് അനാവശ്യ സുരക്ഷാ സംവിധാനങ്ങളുമായി നീങ്ങുന്ന കേരള മുഖ്യമന്ത്രി തന്നെയാണ് മറുപടി പറയേണ്ടതും. ജനാധിപത്യത്തിൽ ഭരണ നിർവഹണത്തിൽ എത്തുന്ന ആൾക്കാർ എത്ര കണ്ട് ലളിതമായിട്ടും എളിമയോടുകൂടിയും ജീവിക്കുവാൻ തയ്യാറാകുന്നുവോ അത്ര കണ്ട് അവർ ജന താല്പര്യമുള്ളവരായി മാറും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഉത്തർപ്രദേശിൽ എന്നല്ല, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഭരണകർത്താക്കളും രാഷ്ട്രീയ നേതാക്കളും ഒക്കെ ജന്മി മുതലാളിത്ത സംസ്കാരത്തിന്റെ പേരിൽ ജനങ്ങളുടെ മുന്നിലൂടെ പരിധി വിട്ട ആഡംബരവും അധികാരഭ്രാന്തും കാണിച്ച് മുന്നോട്ടു പോകുന്ന ഏർപ്പാട് ഇപ്പോഴും തുടരുകയാണ്. എന്നാൽ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള പ്രതികരണശേഷിയുള്ള കേരളീയരുടെ മുമ്പിൽ ഇത്തരം ഏർപ്പാടുകൾ എന്നും അവജ്ഞയാണ് ഉണ്ടാക്കുക എന്ന കാര്യം ഇവിടുത്തെ ഭരണാധികാരികൾ തിരിച്ചറിയേണ്ടതല്ലേ? നന്ദി, നമസ്കാരം.